ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച ദിവസം നമ്മൾ പാട്ട് വിശേഷങ്ങൾ മ്യൂസിക് തെറാപ്പിയുടെ 60ാമത്തെ സെഷനാണിന്ന്. ഏകദേശം ഒരു വർഷത്തിലധികമായി നമ്മൾ ആഴ്ചകളിൽ ഒരു ദിവസം പാട്ടുകൾ പാടുക. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് മ്യൂസിക് തെറാപ്പിയുടെ ചില ഭാഗങ്ങൾ ജോസഫ് ജോൺ സാറിലൂടെ കേൾക്കും. എത്രമാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് ആപ്ലിക്കബിൾ ആണെന്ന് മനസ്സിലാക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ എല്ലാ മാനസികവും ശാരീരികമായ എല്ലാ തലങ്ങളെയും നമ്മളറിയാതെ തന്നെ ശാന്തമാക്കുന്ന ഒരു മനോഹരമായ ഒരു ദൈവിക ശക്തി തന്നെയാണ് മ്യൂസിക്കിനുള്ളതെന്ന് അതിന്റെ പല തലങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കും. പിന്നെ നമ്മൾ തുടർന്ന് ചെയ്യുന്നത് ഈ ആഴ്ചകളിൽ ഓർമ്മിക്കേണ്ട, നമ്മുടെ സ്മരണയിൽ നിലനിർത്തേണ്ട ചില വ്യക്തിത്വങ്ങളെ, പാട്ടുകാരുണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, കമ്പോസേഴ്സ് ഉണ്ട്, അവരെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. അവരുടെ പാട്ടുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ആ പാട്ടുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. അപ്പൊ ഇന്നത്തെ ദിവസം രണ്ട് വ്യക്തികളെയാണ് നമ്മൾ പരിചയപ്പെടണം അല്ലെങ്കിൽ ഓർക്കേണ്ടതുള്ളത്. ഒന്ന് ചിദംബരനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നല്ല മനോഹരമായ ഒത്തിരി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഇതിനേക്കാളും പ്രസിദ്ധനും ഇഷ്ടംപോലെ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന പാട്ടുകളുടെ ശില്പി സലിൽ ചൗധരി. ഈ രണ്ട് വ്യക്തികളെയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം മ്യൂസിക് തെറാപ്പിയുടെ പാട്ട് ജോസഫ് സാർ തിരക്കായതുകൊണ്ട് ചെയ്യുന്നില്ല. പകരം നമുക്ക് നേരെ പാട്ടുകളിലേക്ക് പോകാം. അതിനുപരി രണ്ട് വ്യക്തിത്വങ്ങളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ആ പരിചയപ്പെട്ട് നമുക്ക് അവരുടെ പാട്ടുകളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാം. ആദ്യത്തെ വ്യക്തി BA ചിദംബരനാഥ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു സംഗീത സംവിധായകനായിരുന്നു. ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ് 2007 ഓഗസ്റ്റ് മാസം 31-ാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നു. ജനിച്ചത് 1923 ഡിസംബർ 10-നാണ്. ഏകദേശം മലയാളത്തിൽ 30-നടുത്ത് ചിത്രങ്ങളുടെ സംഗീത സംവിധാനം അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹം ഈണപ്പാടുന്ന പാട്ടുകളെല്ലാം ആ കാലത്തെ സൂപ്പർ ഹിറ്റുകളായിരുന്നു. ചില ഉദാഹരണം ഇങ്ങനെയാണ്: കരയുന്നു, കുഴച്ചിരിക്കുന്നു, കേശാദിപാദം തൊഴുന്നേ, പകൽക്കിനാവിൻ സുന്ദരമാകും, ഇങ്ങനെയൊക്കെയുള്ള മനോഹരമായ ഈണങ്ങൾ പകർന്ന, മനസ്സിൽ ഓർത്തു നിൽക്കുന്ന, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. ഒരു കർണാടക സംഗീതജ്ഞൻ കൂടിയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് വയലിൻ, മൃദംഗം, ഗിഞ്ചിറ തുടങ്ങിയ വാദ്യോപകരണങ്ങളൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന വിദഗ്ധനായിരുന്നു. വാണി വാഗദീശ്വരി, നാമം നല്ല നാമം തുടങ്ങിയ അതായത് കർണാടക സംഗീത കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സംഗീത സംവിധായകൻ രാജാമണി ചിദംബരത്തിന്റെയും മകനായിട്ടാണ് അദ്ദേഹം വരുന്നത്. അതുപോലെ തന്നെ അച്ചു രാജാമണി പേരമകനും. കന്യാകുമാരി ജില്ലയിലാണ്, പുതപ്പാണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് BK അരുണാചലം അണ്ണാവിയുടെയും ചെമ്പകവല്ലിയുടെയും മൂത്ത മകനായി 1923 അദ്ദേഹം ജനിക്കുന്നു. ഡിസംബർ 10-ന് ജനിക്കുന്നു. ഒരു തമിഴ് പണ്ഡിതനും കവിയും അധ്യാപകനും കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ചിദംബരനാഥിന്റെ ആദ്യത്തെ ഗുരുവും അച്ഛൻ തന്നെയായിരുന്നു. അച്ഛനിൽ നിന്ന് വായ്പാട്ടിലും മൃദംഗത്തിലും ഒക്കെ പരിശീലനം നേടിയ ചിദംബരനാഥ് അക്കാലത്ത് ഏറ്റവും പ്രഗത്ഭനായ സംഗീതജ്ഞൻ ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതിൽ നിന്നാണ് സംഗീതത്തിന്റെ വിദഗ്ധ പരിശീലനം നേടുന്നത്. മുത്തയ്യ ഭാഗവതരുടെ ചില കച്ചേരികൾ അദ്ദേഹം കൂടെ പാടുകയൊക്കെ ചെയ്തു. തുടർന്ന് മാർത്താണ്ഡ നാടാർ, നാഗമണി മാർത്താണ്ഡ നാടാർ എന്ന പ്രമുഖ വയലിനിസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ വയലിൻ അഭ്യസിച്ചു. അതുപോലെ കുംഭകോണം രാജമാണിക്യം പിള്ള എന്ന് പറയുന്ന വയലിൻ മാന്ത്രികന്റെ കീഴിൽ വയലിന് തുടർന്നും പരിശീലനം നേടി. കർണാടക സംഗീത പല പ്രഗത്ഭരുടെയും കച്ചേരികളിൽ വയലിനും മൃദംഗവും ഒക്കെ ഉപയോഗിച്ചിരുന്ന അദ്ദേഹമാണ്. പ്രത്യേകിച്ച് ചെമ്പെ വൈദ്യനാഥ് ഭാഗം, അരിയക്കുടി രാമാനുജ അയ്യങ്കാർ, മഹാരാജപുരം വിശ്വനാഥ് അയ്യർ, MS സുബ്ബലക്ഷ്മി എന്നിവരുടെ കൂടെ കച്ചേരികളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നത്.
1948 അക്കാലത്തെ കർണാടക സംഗീത ചക്രവർത്തിയായ ദണ്ഡപാണി ദേശിയുടെ കച്ചേരിയിൽ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചിദംബരനാഥ്. അങ്ങനെ ചലച്ചിത്ര രംഗത്തേക്കിലൊക്കെ കടന്നു വന്നു. ഒരു സിംഹള ചിത്രത്തിൽ അദ്ദേഹം സംഗീത സംവിധായകൻ ആയിട്ട് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രവുമായിരുന്നു. അങ്ങനെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തി ആയിട്ടാണ് നമ്മൾ ചിദംബരനാഥിനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ വളരെ പ്രത്യേകതയുള്ള പാട്ടുകൾ തന്നെയാണ്. ആ പാട്ടുകൾ നമുക്കൊന്ന് ഓർക്കാം. അദ്ദേഹത്തിന്റെ ചിത്രം ഇങ്ങനെയാണ്, ഓർമ്മയിലുണ്ടോ എന്നറിയില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ചിത്രം. കേരളത്തിലെ ഏകദേശം 30ഓളം സിനിമകളിൽ സംഗീത സംവിധായകൻ നിർവഹിക്കുകയും ചെയ്തു. ഇതിനോട് ചേർന്ന് ഈ മാസം 5-ാം തീയതി, സെപ്റ്റംബർ മാസം 5-ാം തീയതി സ്മരണ നിലനിർത്തുന്ന മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട്. അദ്ദേഹം മറ്റാരുമല്ല, സലീൽ ചൗധരിയാണ്. സലീൽ ചൗധരി എന്ന് പറയുമ്പോൾ തന്നെ അനേകം പാട്ടുകൾ നമ്മളുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. ആ പാട്ടുകളെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വളരെ കൃത്യമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ സലീൽ ചൗധരിയുടെ പ്രധാനപ്പെട്ട പാട്ടുകളൊക്കെ നമുക്കൊന്ന് ഓർക്കാം. അദ്ദേഹത്തിന്റെ ജീവചരിത്രവും ഒന്ന് നമ്മുടെ മനസ്സിലൂടെ ഒന്ന് കടത്തിവിടാം. അത്രമാത്രം പ്രാധാന്യമുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിലെ സംഗീത സമുദായം വളരെ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു സലീൽ ചൗധരി. 1925 മുതൽ 1995 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ബംഗാളിയായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ബോംബെ സിനിമാ ലോകത്ത് ഏറ്റവും പ്രശസ്തനായി, അതുപോലെ ഹിന്ദുസ്ഥാനിയിലും കർണാട്ടിക്കിലും പുറമെ കിഴക്കേ ഇന്ത്യൻ സംഗീതത്തിലൊക്കെ അദ്ദേഹം സ്ഥാനം പിടിച്ചിരുന്നു എന്നുള്ള പ്രത്യേകത. 1922 നവംബർ 19 ബംഗാളിൽ ദക്ഷിണ പർഗാനസിൽ ഗാസിപൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു, നല്ലൊരു സംഗീതജ്ഞനുമായിരുന്നു. ജ്ഞാനേന്ദ്ര ചൗധരി അവിടെ ആസാമിലുള്ള തോട്ടം തൊഴിലാളികളുടെ അടുത്തൊരു ഡോക്ടറായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ജോലിക്ക് പുറമെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് സംഗീത നാടക ഷോകളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. പടിഞ്ഞാറൻ സംഗീതത്തിന്റെ ധാരാളം കാസറ്റുകളും ഗ്രാമഫോണുകളും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തോട്ടം തൊഴിലാളികളെയൊക്കെ വിളിച്ച് അങ്ങനെയുള്ള സംഗീതം അതിങ്ങനത്തെ പ്രോഗ്രാംസ് ചെയ്യുന്ന അദ്ദേഹം നിപുണനായിരുന്നു. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് സലീൽ ചൗധരി ആദ്യമായി സംഗീത പഠനത്തിലേക്ക് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് വെസ്റ്റേൺ സംഗീതത്തിലൊക്കെ വലിയൊരു കളക്ഷൻ പിതാവിന്റെ ശേഖരത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിതാവിനോടൊപ്പം കുട്ടിക്കാലത്ത് തന്നെ സംഗീതത്തിൽ ആകർഷണനാകുകയും ആദ്യമായി ഫ്ലൂട്ട് വായിക്കുന്നതിൽ തൽപരനാകുകയും ചെയ്തു. തുടർന്ന് വെസ്റ്റേൺ സംഗീതത്തിലും ഒക്കെ അദ്ദേഹം പഠിച്ചു. ബംഗാബാസി കോളേജിൽ കൽക്കട്ടയിൽ വെച്ച് അദ്ദേഹം പഠിച്ചു. അതിനുശേഷം ആ സമയത്തൊക്കെ സ്വാതന്ത്ര്യ സമരം അങ്ങനെയൊക്കെയുള്ള ഒത്തിരിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. എങ്കിലും ബച്ചാനോട് കൂടി തോമർ എന്ന ആദ്യ ഗാനം ചിട്ടപ്പെടുത്തി മാസ്റ്റർ ഡിഗ്രി അദ്ദേഹം കരസ്ഥമാക്കി. തുടർന്ന് 2-ാം ലോകമഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം മുന്നോട്ട് പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായെങ്കിലും IPTA, ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ അംഗമാകുകയും തുടർന്ന് ധാരാളം ഗാനങ്ങൾ എഴുതി ജനഹൃദയത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. ദോ ബീഗ സമീൻ എന്ന ഹിന്ദി ചലച്ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചതോടെയാണ് സിനിമാ ലോകത്തിന്റെ വാതിൽ അദ്ദേഹത്തിനായി തുറന്നത്. സുന്ദരവും ലളിതവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഈണം. 1940 ശേഷം 42 ബംഗാളി ചിത്രങ്ങൾ, 75ഓളം ഹിന്ദി ചിത്രങ്ങൾ, 5 തമിഴ് ചിത്രങ്ങൾ, 3 കന്നഡ ചിത്രങ്ങൾ, 6 മറ്റിതര ഭാഷാ ചിത്രങ്ങൾ, മലയാളത്തിലേക്ക് വരുമ്പോൾ 27 മലയാള ചിത്രങ്ങൾ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു. പ്രത്യേകിച്ച് വാസ്തുഹാര, വെള്ളം എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി പശ്ചാത്തല സംഗീതം അദ്ദേഹം നിർവഹിച്ചു. ഏറ്റവും പ്രസിദ്ധമായ ചില സിനിമകൾ അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിന്റെ
ശക്തി അറിഞ്ഞവരാണ്. ഒന്ന് ചെമ്മീൻ, 7 രാത്രികൾ, അഭയം, രാസലീല, സ്വപ്നം, രാഗം, നെല്ല്, നീലപ്പൊന്മാൻ, തോമാസ് ലീഹ, സമയമായില്ല പോലും, പ്രതീക്ഷ, അപരാധി, തുലാവർഷം, ഏതോ ഒരു സ്വപ്നം, ഈ ഗാനം മറക്കുമോ, മദനോത്സവം, വിഷുക്കണി, ചുവന്ന ചിറകുകൾ, ദേവദാസി, പുതിയ വെളിച്ചം, എയർ ഹോസ്റ്റസ്, അന്തിവെയിലെ പൊന്ന്, എന്റെ കൊച്ചു തമ്പുരാൻ. പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹം എഴുതിയ, കമ്പോസ് ചെയ്ത മനോഹരമായ ഒരു പാട്ട് ഉൾക്കൊള്ളുന്നത് കുമ്പോളി കടപ്പുറം എന്ന സിനിമയിൽ 1995 സെപ്റ്റംബർ മാസം 5-ാം തീയതി. ഒരുപക്ഷെ സമയമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ അദ്ദേഹത്തെ ഓർക്കാം. ഏറെക്കാലമായി വിവിധ രോഗങ്ങൾ അദ്ദേഹം അലട്ടിയിരുന്നു. സ്ട്രോക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ മരണകാരണം. സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു അദ്ദേഹം അവസാനമായി ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭാര്യയും സബിത ചൗധരിയും ഗായികയായിരുന്നു. അവർക്ക് 4 മക്കളുണ്ട്. ഇതിൽ ഇപ്പോൾ മകൻ സഞ്ജയും അതുപോലെ മകൾ അന്തരയും ഇപ്പോഴും സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കും. അതുല്യരായി 2 കലാകാരന്മാരെയും തീർച്ചയായിട്ടും നമുക്ക് ഹൃദയപൂർവ്വം ഓർക്കാം. ഒത്തിരി പാട്ടുകൾ അവര് നമുക്കായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാതെ നമുക്ക് ഈണം മൂളി വരും. കാരണം അത്രമാത്രം കുട്ടിക്കാലത്ത് നമ്മൾ കേട്ട പാട്ടുകളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് സലിൽ ചൗധരി. ഇവർ രണ്ടുപേരെയും നിങ്ങളുടെ മനസ്സിൽ ഓർക്കാനുള്ള എന്തെങ്കിലും ഏടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. പാട്ടുകളായിട്ടോ അവര് പെട്ടെന്ന് ഓർമ്മയിലേക്ക് കടന്നു വരാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ പറയാം. അതിനുശേഷം നമുക്ക് പാട്ടുകളിലേക്ക്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ സലീൽ ചൗധരിയുടെ പാട്ടുകളെ കുറിച്ചോ? നമ്മുടെ എല്ലാം നല്ല പ്രായത്തിൽ അല്ലേ, നമ്മളൊക്കെ യൗവന കാലത്ത് കേട്ട് മൂളി പാടി നടന്ന പാട്ടുകൾ തന്നെയാണ് സലീൽ ചൗധരിയുടെയും അതുപോലെ തന്നെ ചിദംബരനാഥിന്റെയൊക്കെ പാട്ട്. അതുകൊണ്ട് തന്നെ പാട്ടുകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും പാടാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് പാട്ടുകളിലേക്ക് പോകാം. ഏകദേശം 30-ലധികം പാട്ടുകൾ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടി ഇവരുടെ രണ്ടുപേരുടെയും മനോഹരമായ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടു പോകാം. തീർച്ചയായിട്ടും ആദ്യത്തെ പാട്ട് എന്ന് പറയുമ്പോൾ സലീൽ ചൗധരിയുടെ ആദ്യത്തെ പാട്ട് ഓണത്തിന്റെ അല്ലെ, എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു. ചിങ്ങമാസം പിറന്നു. ഇനി അടുത്ത 15 ദിവസം കഴിയുമ്പോൾ, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് ഓണം. ഓണത്തിലെ ഏറ്റവും മനോഹരമായ 1-2 പാട്ടുകൾ സലീൽ ചൗധരിയുടെ ഈണത്തിലുള്ളതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചനയും യേശുദാസിന്റെ ആലാപനവും വിഷുക്കണി എന്ന ചിത്രത്തിലൂടെ പൂവിളി പൂവിളി പൊന്നോണമായി. ഈ പാട്ട് ആർക്കാണ് പാടാൻ പറ്റുന്നത്? എല്ലാവർക്കും പാടാമെന്ന് എനിക്കറിയാം, എങ്കിലും ആർക്കെങ്കിലും പാടാമെങ്കിൽ പഠിക്കരുത്. പാടണം സാറേ. പഠിക്കൂ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ, പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം, ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി, പൂനെല്ലിൻ നീ വരൂ പൊന്നോണത്തുമ്പി. താങ്ക് യു സാർ. താങ്ക് യു. വളരെ മനോഹരമായ ഒരു പാട്ട്. ഈ പാട്ടില്ലാത്ത ഓണമില്ലെന്നുള്ളതാണ് അല്ലെ, അത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പാട്ട്. ഓക്കെ, അടുത്ത പാട്ട് ചിദംബരനാഥിന്റെയാണ്. വളരെ മനോഹരമായ ഒരു പാട്ടാണത്. കരയുന്നു പുഴ ചിരിക്കുന്നു. ആർക്ക് പാടാം? നമ്മൾ ചിദംബരനാഥിനെ ഓർക്കുകയാണ്, അല്ലാതെ
നമ്മൾ പാട്ടുപാടി മത്സരിക്കുന്നല്ല, അതുകൊണ്ട് ആർക്കും എല്ലാം പാടാം കേട്ടോ. എല്ലാം പാട്ടുകളും നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഓർമ്മയിലുള്ളതാണ്. ആരെ പാടി? ആ, ചിരിക്കും കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരുമൊലിച്ചു കൈവരികൾ പിരിയുമ്പോൾ, കരയുന്നോ പുഴ ചിരിക്കുന്നു. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ, മുറുകുന്നോ ബന്ധമായുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നു. കണ്ണീരുമൊലിപ്പിച്ചു കൈവരികൾ പിരിയുമ്പോൾ, കരയുന്നോ പുഴ ചിരിക്കുന്നു. കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി തിരകളിൽ തിരതല്ലും ഓളങ്ങളെ, തീരത്തിനറിയില്ല മാനത്തിനറിയില്ല, തീരാത്ത നിങ്ങളുടെ വേദനകൾ. കരയുന്നോ പുഴ ചിരിക്കുന്നു. കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ, കരയുന്നോ പുഴ ചിരിക്കുന്നു. മറക്കുവാൻ പറയാ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറവികന്മാരിടത്തിൽ മയങ്ങാൻ കിടന്നാലും, ഓർമ്മകളോടിയെത്തി ഉണർത്തിടുന്നു. കരയുന്നോ പുഴ ചിരിക്കുന്നു, കരയുന്നോ പുഴ ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്. അടുത്തത് കടവത്ത് തോണി, തോണി അടുത്തപ്പോൾ പെണ്ണി. ഇതും BH നിർമ്മലനാഥിന്റെ രചന, മ്യൂസിക്കാണ്. ജാനകി പാടിയത്. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ മഴവില്ലിട്ടം, കവിളത്ത് മഴവില്ലിൻ മേളനാട്ടം. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കാലൊച്ച മുറ്റത്തു കേട്ടപ്പോൾ അവരുടെ കനകക്കിനാവിന്റെ കളിയാട്ടം. കാലൊച്ച മുറ്റത്തു കേട്ടപ്പോൾ അവരുടെ കനകക്കിനാവിന്റെ കളിയാട്ടം, കനകക്കിനാവിന്റെ കളിയാട്ടം. ഇത്രേ കാണാനുള്ള സാറേ, ബാക്കി കാണാൻ വയ്യ. അത് മതി. നമുക്ക് ജസ്റ്റ് പാടിയാ മതി. അടുത്തത് വളരെ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ്, കേശാദിപാദം. വേറെ ആരെങ്കിലും ഉണ്ടോ പാടാൻ? കേശാദിപാദം കേശവ കേശാദിപാദം തൊഴുന്നേ, പീലിച്ചുരുൾ മുടിയും നീലത്തിരുമുഴലും പാലത്തൊടു കുറിയും താണു തൊഴുന്നേൻ, കേശാദിപാദം തൊഴുന്നേൻ. മകരമണ്ഡലമിട്ട മലർക്കാതു തൊഴുന്നേൻ, കുടില കുന്തളം പാടും കുളിർനെറ്റി തൊഴുന്നേൻ. കരുണതൻ കടലായ കടമൊഴി തൊഴുന്നേൻ, അരുണകിരണമണി മുഖപത്മം തൊഴുന്നേൻ, കേശാദിപാദം തൊഴുന്നേൻ. കേശാദിപാദം തൊഴുന്നേൻ. ഓക്കെ, നല്ല നല്ല പാട്ടുകളാണ് എല്ലാം. എന്താ ആരും പാടാത്ത? വേറെ ആരും ഇല്ലേ? അടുത്തത് ഇതാണ്, പകൽ കിനാവിൻ. ആർക്കെങ്കിലും പാടാവോ? പകൽ കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു അറിയാവോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെ ഒരു പാട്ടുണ്ട്. പാട്ട് യേശുദാസ് പാടിയതാണ്.
പകൽക്കിനാവ് എന്ന് പറയുന്ന പാടട്ടെ സാർ. അറിയാൻ പഠിക്കൂ. പകൽക്കിനാവിൻ സുന്ദരമാവി പാലാഴിക്കരയിൽ പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴക്കൽപ്പടവിൽ. പകൽക്കിനാവിൻ സുന്ദരമാവി പാലാഴിക്കരയിൽ പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴക്കൽപ്പടവിൽ. എപ്പോഴെന്നറിയില്ല, എന്നാണെന്നറിയില്ല, എന്നാണെന്നറിയില്ല. പകൽക്കിനാവിൽ സുന്ദരമാമി പാലാഴിക്കരയിൽ പണ്ടേ നിന്നെ കണ്ടിട്ടുണ്ടൊരു പവിഴക്കൽപ്പടവിൽ. മതിയല്ല സാർ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് നിദ്രതൻ. നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ എന്നൊരു പാട്ടാണ്. അതും പകൽക്കിനാവ്. ആരെങ്കിലും ഉണ്ടോ പാടാൻ? സാറേ 4 വരി മതിയോ? 4 വരി. പിന്നെ 4 വരി മതി. പാട്ടൊക്കെ നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. കളിയോടം മെല്ലെ ഞാൻ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി. കാണാത്ത കരയിൽ ചെന്നെത്തി. താങ്ക് യു സാർ. യെസ്, ഓക്കെ. അടുത്തത് മറ്റൊരു പകൽക്കിനാവ് എന്ന സിനിമയിൽ തന്നെയുള്ളതാണ്. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. ചെയ്യണം, അറിയാവൂ. കാട്ടിൽ മുഴക്കെ പൊന്നോണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു നമുക്ക് ഓർക്കാം. ഇനി അടുത്തത് കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, കാട്ടിൽ മുഴുക്കെ പൊന്നോണം, സുന്ദരി കാക്കയ്ക്ക് പുന്നാരം, പൊന്നിളം വെയിലത്ത് കല്യാണം. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, കാട്ടിൽ മുഴുക്കെ പൊന്നോണം. ഇനി ഇത് മനോഹരമായ ഒരു പാട്ടാണ് അല്ലെ? സുറുമ, നല്ല സുറുമ. നല്ല സുറുമ, നല്ല സുറുമ, കൊച്ചു സിന്ദൂര പൊട്ടുകുത്തി മന്ദാര കണ്ണിണയിൽ സുന്ദരിമാരണിയും സുറുമ, നല്ല സുറുമ, കൊച്ചു സിന്ദൂര പൊട്ടുകുത്തി മന്ദാര കണ്ണിണയിൽ സുന്ദരിമാരണിയും സുറുമ, നല്ല സുറുമ, മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാൻ മുന്നിലെത്തും പുരുഷന്റെ കാണാൻ സാറേ കണ്ണുകെട്ടി ഞൊടിക്കുള്ളിൽ പെണ്ണുകെട്ടൽ നടത്തിക്കും സുറുമ, നല്ല സുറുമ. ഓക്കെ, വീണ്ടും അടുത്ത പാട്ടെന്ന് പറയുന്നത് അറ്റുവഞ്ചി. ആരില്ലേ? ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്? തളിരുമരം ചോട്ടിൽ വെച്ച് തുളസി വെറ്റില നുള്ളുമ്പോ വളകിലുക്കി വഴിയിലെന്നെ വിളിച്ചു നിർത്തിയതെന്താണ്, വിളിച്ചു നിർത്തിയതെന്താണ്? അടുത്തത് കൽപ്പന തന്നളകപുരി. ഇതോടെ കഴിഞ്ഞാൽ ഏകദേശം ചിദംബരനാഥന്റെ പാട്ടുകൾ കഴിയും. പിന്നെ സലിൽ ചൗധരിയുടെ പാട്ടാണ്. അതിൽ ആദ്യം
ഓണപ്പൂവേ എന്നുള്ള ഒരു പാട്ടോടെ ഉണ്ട്. ആരാ പാടുന്നത്? പാടുവോ? ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പ സൗരഭമായി അനുഭൂതിക പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ പൂവേ. തേടും മനോഹര. ഇതൊന്നും കിട്ടുന്നില്ല സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്തത് കടലിനക്കരെ പോണവരെ. ജോർജ് സാർ അൺമ്യൂട്ട് ചെയ്തായിരുന്നല്ലോ. ജോർജ് സാർ. കടലിനക്കരെ പോണോരെ കാണാപ്പൊന്നിന് പോണോരെ, കടലിനക്കരെ പോണോരെ കാണാപ്പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ലു തരാമോ, പോയി വരുമ്പോൾ. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ലു തരാമോ. കടലിനക്കരെ പോണോരെ കാണാപ്പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും നിങ്ങൾ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ് സാർ, അടിപൊളി. അടുത്തത് കാടാറ് മാസം നാടാറ് മാസം. പാടിക്കോളൂ. അല്ല സാർ, ടീച്ചർ പാടിക്കോ. കാടാറു മാസം നാടാറു മാസം കണ്ണീർ കടൽ കരെ താമസം, കണ്ണീർ കടൽ കരെ താമസം. ഈ വഴിയമ്പലങ്ങളിൽ ചിറകറ്റു വീഴും, വഴിയമ്പലങ്ങളിൽ ചിറകറ്റു വീഴും വാനമ്പാടികളല്ലോ ഞങ്ങൾ. അവിടെ പോയി സാറേ, സോറി. ഓക്കെ, താങ്ക് യു. നീ വരൂ കാവ്യദേവതേ, സ്വപ്നം എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. നീ വരൂ കാവ്യദേവതേ, നീലയാമിനി തീരഭൂമിയിൽ നീറുമൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ. വിജനമി വിഷാദ ഭൂമിയാകെ നിൻ മിഴികളോ പൂക്കളോ വിടർന്നു നിൽപ്പൂ സഖി, ഇതളിൽ കണ്ണീരോ നിലാവോ നീറുമൻ ജീവനിൽ കുളിരുമായി നീ വരൂ വരൂ വരൂ. താങ്ക് യു സർ. ഓക്കെ, അടുത്തത് കാണാക്കുയിലെ പാടു പാടും. ആർക്കാ പാടാവുന്നേ? ആരെങ്കിലും സ്പെഷ്യൽ? കാണാക്കുയിലേ പാടു പാടു നീ കാവുകൾ പൂത്തു താഴ്വരയാകെ താഴമ്പു ചൂടി. മഴവിൽ കൊടി കാവടി അഴകി വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ, കദളിപ്പൻ കോമലെ തേനുണ്ടോ,
കാട്ടുപൂക്കൾ നേദിച്ച തേനുണ്ടോ, കാവിലും വളർത്തും കുരുവി തരുമോ നിൻ കുഴൽ താമരപ്പൂന്തൻ. താങ്ക് യു സർ. അടുത്ത മാനെ 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 വിളികൾ കദളി. ഇത് പാടല്ലോ, സിമ്പിൾ പാട്ടാണ്. മാനെ മാനെ രണ്ടുപേര് പാടാം. മാനെ മാനെ. ഓക്കെ. മാനെ മാനെ വിളി കേൾക്കൂ, വിളി കേൾക്കൂ, മലറാക പൂത്ത വഴി നീളെ, മഞ്ഞു കുളിരു പെയ്ത വഴി നീളെ, മാനെ തേടി വന്നു ഞാൻ. മാനെ മാനെ വിളി കേൾക്കൂ, വിളി കേൾക്കൂ. ഓക്കെ, ഇത് ഉദയനൻ സാറിനോ ജോർജ് സാറിനോ ഒക്കെ പാടാം. ആരെങ്കിലും ഉണ്ടോ പാടുന്നത്? കദളി പെൺകദളി ചെങ്കദളി പൂവേണു, കവിളിൽ കുമതമുള്ളൊരു മുകളിൽ ജിൽ 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 ജിങ്കില മൂടെ, മുകളിൽ വിടത്തും പൊൻകുട കീഴേ, വരില്ലേ വരില്ലേ നീ. തെറ്റിപ്പോട്ടോ. വരില്ലേ നീ വനമാലി, തരില്ലേ താമരത്തളി, തയ്യറ തയ്യറക്കാരേ, കദളി കൺകദളി ചെങ്കദളി പൂവേണ, കവിളിൽ പൂമതമുള്ളൊരു പൊൻപൂവേണ പൂക്കാര. ഗോപാൽ സാർ ആരെങ്കിലും പാടുന്നുണ്ടോ? ഇല്ല സാറേ, വന്ന് പാടാൻ ഒന്നും അറിയില്ല. അടുത്തല്ല. ഒരു ലൈൻ 2 ലൈൻ പാടി നോക്കൂ. നോക്കെ വരട്ടെ. ഇത് പാടാമല്ലോ, നീലപ്പൊന്മാനെ. നീലപ്പൊന്മാനെ പഠിക്കോ? നോക്കട്ടെ. പോയി നീലപ്പൊന്മാനെ എന്റെ നീലപ്പൊന്മാനെ. നീ വെള്ളി വെയില നെയ്ത പുടവ വേണോ? പുടവ വേണോ? വേണോ? ചോല പൊന്മാനെ നീല പൊന്മാനെ, കാക്കപ്പുലനാർ പാട് സാറേ. കാക്കപ്പുലനാൾ പാലരി. പഠിക്ക സാറ് പാട്. കാക്കപ്പുലനാർ പലതി. ഞാൻ പാടി ശരിയാവില്ല. പാടിക്കൊടുത്തു. അപ്പൊ സാർ പാടിക്കോളൂ. ഒരു ലൈൻ പറഞ്ഞു കൊടുക്കാം. സാറേ കാക്കപ്പൂല പാട് സാറേ. കാക്കപ്പൂലനാർ പൂലെ പാലരി ഇന്നെല്ലാം കാക്കപ്പൂലനാൾ പാലരി ഇന്ന് കാവിലെല്ലാം കാവടി, കൊച്ചു കാവളം കാളി തങ്കത്താ മനസ്സേ തേൻകിട. മതി. വെരി ഗുഡ്. അതെന്നാലും പാട്ട് ഓർമ്മ വന്നില്ലേ? നീലപ്പൊന്മാനെ എന്റെ നീലപ്പൊന്മാനെ. താങ്ക് യു സർ. അടുത്തത് ഇത് പാട്ട് പാടാം. ഈ പാട്ട് പാടാം. ഇവിടെ കാറ്റിന് സുഗന്ധം. ഇവിടെ ഉലയനൻ സാർ പോയോ? ജോർജ് സാറേ. ഉലയനൻ സാർ പാടുവായിരുന്നല്ലോ. ഉലയനൻ സാർ പാടും. ഉലയനൻ സാറിനെ വിളിക്കും. അതുപോലെ നമ്മുടെ ജോർജ് സാർ പോയോ? ജോർജ് സാർ പാട്ട് പാടിക്കും. ഇവിടെ കാറ്റിൻ സുഗന്ധം, ഇവിടെ ഇതിലെ പോയത് വസന്തം, വസന്തത്തിൻ തടുത്തേറിയിരുന്നതാര്, വാസര സ്വപ്നത്തിൻ തോഴിമാര്. ഓക്കെ, അടുത്തത്
ഈ പാട്ട് പാടാലോ. നിശാസുരഭികൾ വസന്ത സേനകൾ. പി ജയചന്ദ്രൻ പാടിയത്. നിശാസുരഭികൾ വസന്ത സേനകൾ നടനമാട വരികയോ ദേവി നടനമാടാൻ വരികയോ. ട്രൈ ചെയ്ത് നോക്കൂ. ശുദ്ധവാരൻ ഡോക്ടർ പാടുന്നോ? രണ്ടുപേരി. എങ്ങനെയുണ്ട്? ഓക്കെ, അടുത്ത് നോക്കാം. മനക്കലത്തത്ത്. ഇതെല്ലാം സിമ്പിൾ പാട്ടുകളാണ്. രമാവതി മാമൻ പാടും. മനക്കലത്തത്തെ മറക്കുടത്തത്തെ മംഗളതിരാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനും ഗന്ധർവം കാട്ടിൽ പോകണം പോൽ പൊന്നാറ്റൽ പാടിത്തോച്ചോ നീ ഏലക്കുറിയേഴും ചന്ദനക്കിടിയെടുത്തു ശങ്കുനരത ശ്രീദേവി തൊഴുത ശങ്കുഞ്ഞറിയാത്ത ശ്രീദേവി തൊഴുത. അടുത്തത് തോമസ് ലീഹ എന്ന് പറഞ്ഞ സിനിമയിലെ വൃശ്ചിക പെണ്ണേ ഓ സ്നേഹദാനമൊക്കെ പോയോ? വൃശ്ചിക പെണ്ണേ ഓഹോ എളിപ്പെണ്ണേ ഓഹോ. വെറ്റിലപ്പാക്കുണ്ടോ വെള്ളിച്ചെല്ലം വെറ്റിലച്ചെല്ലം ഇല്ലത്താണല്ലോ ഇല്ലത്താണല്ലോ വൃശ്ചിക പെണ്ണെ ഓ വേളിപ്പെണ്ണെ ഓ വെറ്റിലപ്പാക്കുണ്ടോ വെള്ളിച്ചെല്ലം വെറ്റിലച്ചെല്ലം ഇല്ലത്താണല്ലോ ഇല്ലത്താണല്ലോ ഇല്ലത്തോളം വന്നാ നിന്റെ ചെല്ലമെനിക്കല്ലേ കണ്ണി വെറ്റില തേച്ചു തെറുത്ത് തെരുവില്ലേ കണ്ണി വെറ്റില തേച്ചു തെറുത്തത് കയ്യിൽ തെരുവില്ലേ വൃശ്ചിക പെണ്ണെ ഓ വേളിപ്പെണ്ണെ വെറ്റിലപ്പാക്കുണ്ടോ വെള്ളിച്ചെല്ലം വെറ്റിലച്ചെല്ലം ഇല്ലത്താണല്ലോ ഇല്ലത്താണല്ലോ. താങ്ക് യു സർ. വിഷുക്കണിയിലെ മറ്റൊരു പാട്ട്. മലർത്തുടി പോലെ വന്നത്തുടി പോലെ മയങ്ങൂ നീ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ മലർക്കൊടി പോലെ വന്നത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ അമ്പിളി നിന്നെ പുൽകി അമ്പരം പുകി ഞാൻ മേഘമായി അമ്പിളി നിന്നെ പുൽകി അമ്പരം പുകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാനോമലേ താരമായി ഉറങ്ങൂ കനവു കണ്ടുണരാനായുഷസുണൻ മലർക്കൊടി പോലെ വർണ്ണക്കൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ. താങ്ക് യു സർ. അടുത്തൊരു ഏതോ ഒരു സ്വപ്നത്തിലെ ശ്രീപദം വിടർന്ന സരയൂ രഹസ്യം. ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ജനനീ നദിയൻ തൂകുമീ ഹൃദയരാഗം പൊൻപരാഗമായി ദേവി.
ഓക്കെ, ഇനി പാടുന്നുണ്ടായിരുന്നു. അടുത്ത സന്ധ്യ, കണ്ണീരെന്തേ സന്ധ്യ. പാടാൻ സന്ധ്യേ കണ്ണീരിടന്തേ സന്ധ്യേ സ്നേഹമായി കേഴുകയാണോ നീ സന്ധ്യേ കണ്ണീരിടന്തേ സന്ധ്യേ. ബാക്കി പാടട്ടെ സാറേ? ആ പാടിയോ. ബാക്കി ആദ്യം തുടങ്ങട്ടെ. ആദ്യം പാടിയോ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമായി കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും സന്ധ്യേ കണ്ണീരിടെന്തേ സന്ധ്യേ. ഓക്കെ, അടുത്തത് ഈ മലർക്കന്യകൾ മാറി നോക്കി. മാടപ്രാവി പഠിക്കൂ. മാടപ്രാവി കമലഹാസന്റെ പാട്ടാണ്, പഴയ. ആരും പാടുന്നില്ല സാറേ? പാടിക്കും. ഞാൻ പാടിക്കോളൂ. മാഡം പാടിക്കോ. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. വാരിയിൽ വേനലിൽ കൂടെ വരാമോ ഉറങ്ങാമോ ഈ മുളം കൂട്ടിൽ മരിക്കും വരെ കൂട്ടിരിക്കാമോ മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. പിന്നെ താങ്ക് യു സാർ. നീ ഒരു ഓർമ്മൽ കാവ്യചിത്രം പോലെ. നീ ഒരോമൽ കാവ്യചിത്രം പോലെ നീ ഒരാമ്പൽ പൂവിൻ മിഴിയിലെ നാണം പോലെ സ്വർണ സന്ധ്യ പോലെ ഒരു കുടന്ന പനിനീർപ്പൂ പോലെ ഓമനേ നീ ഒരോമൽ കാവ്യചിത്രം പോലെ. താങ്ക് യു. ഒരു പാട്ടോടെ. ഒന്നാനാം കുന്നിന്മേൽ കൂട് കൂട്ടും തത്തമ്മേ. ഈ പാട്ടൊക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പാടട്ടെ? പാട്ടെ സാർ. ഒന്നാനം കുന്നിന്മേൽ കൂട് കൂട്ടും തത്തമ്മേ നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളി വീടുണ്ടാക്കി ലാ 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 ലാ. എണ്ണക്കല്ല് കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി ചന്ദനത്തിൽ വാതിൽ വെച്ചു ചന്ദ്രകലാശില്പി
കുന്നുകൊണ്ടു താഴു തീർക്കാൻ വന്നു മിന്നാമിന്നി. വാവാ നീയൻ കുളിരേ, വാവാ നീയൻ, വാവാ നീയൻ കുളിരേ, വാവാ നീയൻ. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മി, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ഓക്കെ സർ, താങ്ക് യു. യെസ്, പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സലീൽ ചൗധരിയുടെ ഒരു പാട്ടാണ് മുമ്പോളി കടപ്പുറം എന്നുള്ള സിനിമയിൽ. കാതിൽ തേന്മഴയായി പാടൂ കാറ്റേ കടൽ. കാതിൽ തേന്മഴയായി പാടൂ കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും കാതിൽ തേന്മഴയായി പാടൂ കാറ്റേ കടലേ, ഒഴുകുന്ന താഴമ്പോ മണമിതു നാമെന്ന് പറയാതെ ഓർത്തിടും അനുരാഗാനം പോലെ ഒരു കുന്നുകൂടും നിതാ, ഒരു കുന്നുകൂടും നിതാ, മലർക്കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരീ മുത്തു ഞാനെടുക്കും. കാതിൽ തേന്മഴയായി പാടൂ കാറ്റേ കടലേ. സാർ പാടിക്കും, കഴിഞ്ഞു. ഒരു സ്റ്റാൻസ പാടും. വേറെ ഏതാ സാറേ? അത് സാറ് പാടിയല്ലോ. ഒഴുകുന്ന താഴമ്പൂമണമിന്നു നാമെന്നും പറയാതെയോർത്തിടും അനുരാഗാനം പോലെ ഒരു കുന്നു കൂടുന്നിതാ, ഒരു കുന്നു കൂടുന്നിതാ, കടൽ പെറ്റൊരീ മുത്തു ഞാനെടുക്കും. കാതിൽ തേന്മഴയായി പാടൂ കാറ്റേ കടലേ. ഓക്കെ, ഓക്കെ, അപ്പം സാറ് കൺക്ലൂഡ് ചെയ്തോളൂ. ഒരു മിനിറ്റ് ജോസഫ് ജോൺ സാർ. ഓക്കെ. അപ്പോ എന്താ ഞാൻ പറയുക, മ്യൂസിക് തെറാപ്പി സംഗീതത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. തുടക്കത്തിൽ പറയാൻ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, സംഗീതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വികാരങ്ങൾ അനവധിയാണ്. സാമാന്യമായി പറഞ്ഞാൽ സംഗീതത്തിന്റെയും സംഭാഷണത്തിന്റെയും ഒക്കെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഗീതത്തിന്റെയും സംഭാഷണത്തിന്റെയും ഒക്കെ അടിസ്ഥാന സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ അത് ശബ്ദമാണ്. പാട്ട് കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? പാട്ട് കേൾക്കുമ്പോൾ ശബ്ദ തരംഗങ്ങൾ വൈദ്യുത ഇമ്പൾസുകളാണ്, ഇലക്ട്രോണിക് ഇമ്പൾസസ് ആയി ഓഡിറ്ററി നെർവ് വഴി തലച്ചോറിലെത്തുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് അഫക്ട്സ് അവർ ലിംബിക് സിസ്റ്റം. നമ്മുടെ ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റ് ആകുന്നത് കൊണ്ട് അത് വിചാരങ്ങളെ സ്വാധീനിക്കും. മനുഷ്യരില് നമുക്കറിയാം എവിടെ നിന്നാണ് ശബ്ദം വരുന്നത്? സൗണ്ട് ബോക്സ് എന്ന് പറയാറില്ലേ? സൗണ്ട് ബോക്സിലെ മനുഷ്യർ ശബ്ദനാളം, അതാണ് സൗണ്ട് ബോക്സ്. അതിന്റെ ഭാഗമായ വോക്കൽ കോഡ്സ് ഇത് ചേർന്ന് ശബ്ദം പുറപ്പെടുവിക്കും. അതൊരു ഉപകരണം പോലെയാണ് പ്രവർത്തിക്കുക. സംഗീതത്തിന് മനുഷ്യവികാരങ്ങളെ ഉണർത്താൻ അനിതര സാധാരണമായ കഴിവാണുള്ളത്. മറ്റൊന്നിനും ഇല്ലാത്ത കഴിവ് സംഗീതം. ഭാഷയുടെ ആവിർഭാവത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു മനുഷ്യൻ ആശയവിനിമയം നടത്തിയിരുന്നത്? എങ്ങനെയായിരുന്നു പറയാമോ ആർക്കെങ്കിലും? ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട്.
ആ വെറുതെ ശബ്ദങ്ങള് മൂളലായിരിക്കാം, ചിലപ്പോ ഉച്ചത്തിലുള്ള കരച്ചിലായിരിക്കാം, ശബ്ദ ആംഗ്യങ്ങളിൽ ആംഗ്യങ്ങളായിരിക്കാം. ആ ശബ്ദവിനിമയത്തിലൂടെ ശാരീരിക ആംഗ്യങ്ങളിലൂടെയൊക്കെയായിരുന്നു ആശയവിനിമയം നടത്തിയിരുന്നത്. പിന്നീടത് വികസിച്ച് അല്ലെങ്കിൽ മനുഷ്യനത് സംസ്കരിച്ചെടുത്തു. പിന്നെ നമുക്കറിയാം ശബ്ദത്തിന്റെ മോഡുലേഷൻ, അതിന്റെ പറച്ചിലിലും തീവ്രതയിലും ഒക്കെയുള്ള വ്യത്യാസം കൊണ്ടാണ് അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു ശബ്ദം അതൊന്ന് മാറിക്കഴിഞ്ഞാൽ അറിയാം, അല്ലെ? ക്ലാസ്സിലാണെങ്കിൽ അധ്യാപകന്റെ ശബ്ദം മാറുമ്പോൾ കുട്ടികൾ അച്ചടക്കത്തോടെ ഇരിക്കും. അതുപോലെ തന്നെ വീട്ടിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ മുഖഭാവത്തിൽ കൂടെ അറിയാം. മുഖഭാവത്തിലൂടെ, ശബ്ദത്തിലൂടെ പ്രധാനമായിട്ട് ശബ്ദമാണ്. ഒപ്പം അതിനോടൊപ്പം തന്നെ ശാരീരിക ഭാഷയും ഉപയോഗിക്കും, അല്ലെ? വെറും ശബ്ദം ഒരു മൂളൽ കൊണ്ടും ഒരു ചിരി കൊണ്ടും, ചിരി തന്നെ പലതരം ഉണ്ടെന്ന്, കണ്ണുകൾ കൊണ്ടും അറിയാം. കണ്ണുകൾ കൊണ്ട് ചിരി തന്നെ പല രീതിയിലുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ശബ്ദത്തിന്റെ ഇത് മാറുന്നതനുസരിച്ച് ഒരു സെന്റൻസ് തന്നെ അതിലെ വാക്കുകൾ തന്നെ വേറെ ട്യൂണിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറും. എങ്കിലും നീ എന്നോട് ഇത് പറയണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സെന്റൻസ് എടുക്കുക. എങ്കിലും നീ എന്നോട് ഇത് പറയണ്ടായിരുന്നു. അപ്പൊ എങ്കിലും അവിടെ പ്രാധാന്യം കൊടുത്തു. അപ്പൊ അതിനൊരു അർത്ഥം മാറുകയാണ്. എങ്കിലും നീ എന്നോട് ഇത് പറയണ്ടായിരുന്നു. അപ്പൊ നീ പറഞ്ഞതാണ് കുഴപ്പം, അല്ലേ? എങ്കിലും നീ എന്നോട് ഇത് പറയണ്ടായിരുന്നു, വേറെ ആരോടെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ നോക്കൂ, ആ ശബ്ദത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ സംസ്കരിച്ച ഭാഷയിൽ പോലും അതിന്റെ ടോൺ മാറുന്നതനുസരിച്ച് അർത്ഥങ്ങളും മാറും. അപ്പോ ശബ്ദത്തിന്റെ ആ പ്രാധാന്യം നോക്കും. സന്തോഷമായാലും ദേഷ്യമായാലും സങ്കടമായാലും നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോൾ സങ്കടമുള്ള പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു താതാത്മ്യം വരും. നമുക്ക് തന്നെ ഒരു ശാന്തത കിട്ടും, അല്ലേ? അങ്ങനെയുള്ള പാട്ടുകൾ, നമ്മളെ കരയിപ്പിക്കുന്ന പാട്ടുകൾ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഇത് ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞു, കരയുന്നോ പുഴ ചിരിക്കുന്നു, കരയുന്നോ പുഴ ചിരിക്കുന്നു, കരയുന്നോ പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ. അത് ഒരു കാമുകി, അല്ല, അവൾ അയാളുടെ ഭാര്യയാകുമെന്ന് കരുതിയിരുന്നു. പക്ഷെ മറിച്ചാണ് വിധി സംഭവിച്ചത്. അവന്റെ സഹോദരന്റെ ഭാര്യയായി വരുന്നു. അപ്പോ അതൊക്കെ മനസ്സിലിരുത്തിക്കൊണ്ടുള്ള ഒരു പാട്ടാണ് അതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പാട്ടിന്റെ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ സിനിമയിലെ ആ രംഗം കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഇത് ഒരിക്കല് ഇദ്ദേഹത്തോട് അഭയദേവിന്റെ അല്ലേ, ചിദംബരം അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ഈ പാട്ട് രംഗം കണ്ട് ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അംഗീകാരമായിരുന്നു. ആ പാട്ടിന് അത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കി അദ്ദേഹം വാവിട്ട് കരഞ്ഞു പോയിരുന്നൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്, വായിച്ചത് ഓർക്കുകയാണ്. അപ്പോൾ അത്രമാത്രം നിഷ്കളങ്കരായിരുന്നു സംഗീതത്തെ പ്രണയിച്ചുകൊണ്ട്, സംഗീതം ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കവി ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ചിദംബരനാഥ് എന്ന് പറഞ്ഞു. സംഗീതം ഒരു ജീവിത രീതിയായി, നാഗരികതയുടെ ഭാഗമായിട്ട് ചരിത്രത്തിലൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായ പാട്ട്, അതിൻ്റെതായിട്ടുള്ള ഓരോ ജനവിഭാഗത്തിനുമുണ്ട് എന്ന് നമുക്ക് കാണാം. വിവിധ കാലഘട്ടങ്ങളിൽ നിലനിന്ന സംസ്കാരത്തിന്റെ രൂപം, ഭാവം, ചൈതന്യം ഒക്കെ മനസ്സിലാക്കാൻ പാട്ടിലൂടെ സഹായിക്കുന്നുണ്ട്. അടിസ്ഥാന രൂപങ്ങളായി തുടങ്ങി, പിന്നെ അത് ചിട്ടപ്പെടുത്തി ഘടനാ രൂപമൊക്കെ ഉണ്ടാക്കിയാണ് നമുക്കിപ്പോൾ നല്ല ആശയവിനിമയത്തിലുള്ള ഭാഷയൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. ഈ ശബ്ദവും സംഗീതവും ഒക്കെ പ്രകൃതിയുടെ ഭാഗമായി നമുക്കിതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മൃഗങ്ങൾ സംസാരിക്കാറുണ്ട്, മൃഗങ്ങൾ ആശയവിനിമയം നടത്താറുണ്ടോ? ഞാനിപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തെ കാര്യം ഓർക്കുകയാണ്. വീട്ടിൽ പശുവിനെ വളർത്തുമായിരുന്നു. അപ്പോൾ ഈ കിടാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ, കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ പശുക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കഴിഞ്ഞാൽ അമ്മ പശു ഒരു മുരളും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ജീവി വർഗങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് സൗണ്ട്. അവർ ശബ്ദത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം
സംഗീതത്തിന്റെ ആദ്യ അടയാളങ്ങൾ എവിടെയാണുള്ളത്? പ്രകൃതിയിൽ തന്നെയാണ് എന്നത് നമുക്ക് ബോധ്യമാകും. ഇപ്പോഴാണെങ്കിൽ വളരെയധികം സ്റ്റഡികൾ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. പുരാവസ്തു ശാസ്ത്രവും നരവംശ ശാസ്ത്രവും ഒക്കെ ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സിനിമയിൽ പശ്ചാത്തല സംഗീതം ത്തിന് ഇന്ന് പല ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പ്രകൃതിയിലെ ശബ്ദങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് പശ്ചാത്തല സംഗീതത്തിൽ. സിനിമയുടെ പശ്ചാത്തല സംഗീതം എന്ന് പറഞ്ഞാൽ ഓരോ എന്താ പറയുക, ആ സന്ദർഭത്തിന് അല്ലെങ്കിൽ സീനിനനുസരിച്ചുള്ള ശബ്ദം കൊടുക്കുകയാണ്. പാത്രങ്ങളിട്ട് ഉരപ്പിച്ചൊക്കെ ആണ് അവർ ശബ്ദം കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, പ്രകൃതിയിലുള്ള വെള്ളത്തിന്റെ ഒഴുക്ക്, വെള്ളത്തിൽ കല്ലിടുക, വസ്തുക്കൾ തമ്മിൽ ഉരസുക, വലിച്ചു കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടുക? ഇതെല്ലാം പ്രകൃതിയിലുള്ളതാണ്. എല്ലാം പ്രകൃതിയിലുണ്ട് എന്നുള്ളതിന്റെ ഒരു അടിവരയിടുന്ന കാര്യമാണ്. ഇപ്പോൾ എത്നോ മ്യൂസിക്കോളജി, സംഗീതത്തിന്റെ നരവംശ ശാസ്ത്രം ഒക്കെ ഇപ്പോൾ വളരെയധികം കാര്യഗൗരവത്തോടെ പഠിക്കുന്നു. അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു പഠനം നടക്കുന്നത് ന്യൂറോ സയൻസിലാണ്. നമുക്കറിയാം, ന്യൂറോൺസ് തലച്ചോറിലെ സെൽസ് ആണല്ലോ, അതിനെ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നത് കൊണ്ട് ന്യൂറോ സയൻസിൽ വളരെയധികം ഗവേഷണങ്ങളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. സംഗീതം ബ്രെയിനിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിപ്ലവം സൃഷ്ടിക്കുന്ന മികച്ച ഫലങ്ങളാണ് സംഗീതത്തിന് നമ്മുടെ തലച്ചോറിന് നൽകാൻ കഴിയുന്നത് എന്നുള്ളത് ആണ് ഇപ്പോൾ സയൻസ് മനസ്സിലാക്കിയിരിക്കുന്നത്. സംഗീതത്തിന് ഇന്ന് നമുക്ക് എപ്പോഴും എവിടെയും പ്രാപ്യമാണ്, വിരൽ തുമ്പിൽ ലഭിക്കും ഏത് പാട്ടും. നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മനസ്സ് വയ്ക്കുക മാത്രമാണ്. കേവലം ഒരു വിനോദം മാത്രമല്ല സംഗീതം എന്നുള്ള തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടാകും, ജനങ്ങൾക്കുണ്ടാകും. അങ്ങനെ സംഗീതത്തെ സമീപിക്കുന്നതിലൂടെ നമുക്ക് ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കും എന്നാണ് പറയാനുള്ളത്. കാലിക പ്രസക്തി അർഹിക്കുന്ന ഗൗരവമുള്ള ഒരു വിഷയമായി സംഗീത പഠനം, സംഗീതത്തെക്കുറിച്ചുള്ള പഠനം. സംഗീത പഠനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ സംഗീതം മാത്രമല്ല ഉദ്ദേശം. സംഗീതത്തെക്കുറിച്ച് അറിയുകയും സംഗീതം പഠിച്ചവർക്കല്ല അല്ലാത്തവർക്കും ഒക്കെ ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ സംഗീതം ആസ്വദിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മിറാക്കിൾസ് കൊണ്ടുവരാൻ സാധിക്കും. ആരോഗ്യവും സന്തോഷവും സമാധാനവും, അതുപോലെ നമ്മുടെ ചുറ്റുപാടും സന്തോഷവും സമാധാനവും പകരാനും സംഗീതത്തിലൂടെ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മൾ ഓർത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി ഒന്ന് സ്മരിച്ചുകൊണ്ട് നിർത്താം. നാളെ വിവാഹം സ്വർഗത്തിൽ എന്നുള്ള പാട്ടിന്റെ 7ാമത്തെ സെഷനാണ്. സോ ജോസഫ് ജോൺ സാർ, താങ്ക് യു. യാത്രയിലില്ല, പുറത്തിറങ്ങി തോന്നുന്നു അല്ലേ? പുറത്തിറങ്ങിയപ്പോ അവര് കടയിലോട്ട് കയറിയപ്പോ ഞാൻ മുങ്ങിയതാണ്. ജോസഫ് സാർ പറഞ്ഞ എന്നോട് ഒറ്റൊരു സെന്റൻസ് കൂട്ടാണ് സാറേ. ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ സാറേ, ഈ 4-5 മാസമായ കുട്ടികളെല്ലാം ഈ തൊട്ടില് കിടന്നിട്ട് നമ്മളിങ്ങനെ അവരോട് പാട്ട് പാടിയിട്ടാകുമ്പോ അവരുടെ ആ മുഖഭാവെല്ലാം ശ്രദ്ധിച്ചാലോ, ചിലവര് ഇങ്ങനെ എന്തെല്ലോ ഒച്ചയിലാക്കല്ലോ സാറേ. പാട്ട് നിർത്തിയാൽ കരയുന്ന കുട്ടികളുണ്ട് സാറേ. പാട്ട് പാടിയിട്ട് ആട്ടുമ്പോ, താരാട്ട് പാടിയിട്ട് ഇതാക്കുമ്പോ അത് നിർത്തിയാൽ കരയുന്നുണ്ട് കുട്ടികൾ. അപ്പൊ അത്രയും ചെറിയ കുട്ടികൾ വരെ അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഉള്ളിലുണ്ട്, ചുറ്റുപാടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുപോലെ. അത് നമ്മൾ അതിനെ സ്വീകരിക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. കുട്ടികളിലെ ഒരു തലമുറയ്ക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് വേണേൽ പറയാം. എല്ലാവരെയും ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും വേണ്ടിയുള്ളൊരു വെമ്പലായിരുന്നു. കാരണം തങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ മക്കൾ കഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്തയോടുകൂടി മാതാപിതാക്കൾ ഇടപെട്ടതിൻ്റെ ഒരു പ്രശ്നമാണത്. അവരുടെ പാഷൻ എന്താണ്, അവരുടെ ഇഷ്ടം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മുടെ ഇഷ്ടം അവരിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായി. പക്ഷേ ഏതെങ്കിലും അവരുടെ പഠനത്തോടൊപ്പം ഒരു കലയെ പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ, സംഗീതം പഠിപ്പിക്കണമെന്ന് മാത്രമല്ല ഞാൻ പറയാം, സംഗീത ഉപകരണം അല്ലെങ്കിൽ ചിത്രം വര, ഏതെങ്കിലും അവരുടെ ആ ഒരു ഇമോഷൻസ് പുറത്തേക്ക് വിടാൻ, അല്ലെങ്കിൽ അതിനെ പ്രകടിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ വരച്ചെടുക്കാൻ, അല്ലെങ്കിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ ഒരു വേദി, ഒരു ഔട്ട്ലെറ്റ് നമ്മൾ കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാത്തതിൻ്റെ ഒരു പരിണത ഫലമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു കാലമാണെന്ന് തോന്നുന്നു. ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം വരുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ തലത്തിൽ പോലും സ്കൂളിൽ കലാപരിപാടികൾക്ക് കലാപരിശീലനത്തിന് ഒരു അവസരം ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, താങ്ക് യു. അങ്ങനെയൊക്കെ നല്ല അല്ല, ശ്രേയ ഘോഷാല് സാറേ, ശ്രേയ ഘോഷാല് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. അച്ഛനും എഞ്ചിനീയർ ആയിരുന്നല്ലോ.
പക്ഷെ ഈ കുട്ടീന്റെ ഉള്ളിലുള്ള കല എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പിന്നെ എത്രയോ കിലോമീറ്റർ ദൂരം പാട്ട് പഠിപ്പിക്കാൻ ചേർത്തല്ലോ സാറേ. അതെല്ലാം ഓക്കെ, താങ്ക് യു. സമയം 8:15 അല്ലേ? അപ്പൊ നല്ല നല്ല രീതിയിലൊക്കെ എല്ലാവരും പാടി. എനിക്ക് കുറച്ച് പാട്ടുകൾ പാടണമെന്നുണ്ടായിരുന്നു. സാബു സാർ അനുവദിക്കുകയാണെങ്കിൽ ഓക്കെ സാർ. സലിൽ ചൗധരിയെ കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ ഒരു 10 മിനിറ്റ് ഞാൻ പാട്ടുകളിലൂടെ ഒന്ന് ഓർമ്മിച്ച് പോവാം. ഓക്കെ ഓക്കെ. സെപ്റ്റംബർ 5-ാം തീയതിയാണ്. സെപ്റ്റംബർ 5 അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനം സെപ്റ്റംബർ 5 ആയിരുന്നു. അധ്യാപക ദിനാണോ സാറേ? എന്താ സാറേ 5-ാം തീയതി അധ്യാപക ദിന? അല്ല, സലിൽ ചൗധരി അന്തരിച്ച സെപ്റ്റംബർ മരിച്ച 5. ദിവസമാണ്. അതല്ല സാർ, അത് കൂടാതെ അധ്യാപക ദിനം അങ്ങനെ എന്തെങ്കിലും അത് ഉണ്ടോ? 6-ാം തീയതി അല്ലേ? 6 6-നോ? ഓക്കെ ഓക്കെ. Okay, bye. See you. Good night. See you. ഓക്കെ, ഗുഡ് നൈറ്റ്.